നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് സാഗോ പാം എന്ന ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു പ്ലാന്റ് ആണ്. ഇതൊരു സൈക്കാഡ് പ്ലാന്റ് ആണ്. അതായത് ഇത് സീഡ് ഉണ്ടാകുന്നതും അനേകം വർഷങ്ങൾക്ക് മുമ്പ്, ഡൈനോസോറിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ്. 100 കണക്കിന് വെറൈറ്റി ഉള്ളതിൻ്റെ മിക്കതിൻ്റെ നേറ്റീവ് ജപ്പാനാണ്. പോട്ടിൽ വെച്ചാൽ വളരെ സ്ലോ ആയിട്ടേ വളരുകയുള്ളൂ. ബോൺസായി ആക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത്. 12 ഫീറ്റ് വരെ ഉയരം വെക്കുക ഔട്ട്ഡോറിൽ വെക്കുകയാണെങ്കിൽ. ഫുൾ സൺലൈറ്റിലും ഷെയ്ഡിലും വളരെ നന്നായിട്ട് വളരും. ഇത് ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഇൻഡോറിൽ വെക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. സീഡ് ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിൻ്റെ സീഡ് പോയിസൺ ആണ്. ഇതിൻ്റെ ഇലകളും പോയിസണാണ് മനുഷ്യർക്കും പെറ്റ്സിനും. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾ കഴിക്കാതെ നോക്കണം. വർഷങ്ങളെടുക്കും പൂവുണ്ടാകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബേസിലുണ്ടാകുന്ന പുതിയ പപ്സ് ഡിവൈഡ് ചെയ്ത് നമുക്ക് നട്ട് വളർത്താം. പപ്സ് വളരെ വലുതാകുന്നതിന് മുമ്പ് തന്നെ മാറ്റണം, അല്ലെങ്കിൽ മാറ്റാൻ പ്രയാസമായിരിക്കും. കുറേ മാസങ്ങളെടുക്കും അതിന് വേര് വരാനായിട്ട്. അതുവരെ അത് ഷെയ്ഡ് വെക്കണം. അതുപോലെ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം. റൂട്ട് വന്നതിന് ശേഷം മാത്രമേ സൺലൈറ്റിൽ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഇലകൾ ബ്രൗൺ ആയി പോകും. ഇതിൻ്റെ ബ്രൗൺ ആയ ഇലകൾ നീക്കുകയാണെങ്കിലും ഗ്ലൗസ് ഉപയോഗിച്ച് മാത്രമേ നീക്കാവുള്ളൂ. ഇതിന് ഫീമെയിൽ പ്ലാന്റും ഉണ്ട്, അതുപോലെ തന്നെ മെയിൽ പ്ലാന്റും ഉണ്ട്. ഇതിനെ സീഡിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. 3 മാസം വരെ എടുക്കും ഒന്ന് കിളുക്കാനായിട്ട്. അതുവരെ തന്നെ ഷെയ്ഡിൽ വെക്കണം, വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ 3 വർഷത്തിലൊരിക്കൽ ഇത് റീപോർട്ട് ചെയ്യണം. വലിയ പോട്ടിലേക്ക് മാറ്റി നടണം. വലിയ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും നമുക്ക് ചാണകപ്പൊടി മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചാണകത്തിന് തെളിനീരൊക്കെ ഒഴിച്ചു കൊടുക്കാം. മഴയത്തും വെയിലത്തും ഒക്കെ നന്നായി വളരുന്ന പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് സോയിലിൽ നേരിട്ട് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ്. എന്നാൽ നമ്മളിത് പോട്ടിൽ വളർത്തുവാണെങ്കിൽ വെൽ ഡ്രെയിൻഡ് ആയുള്ള സോയിലിൽ വേണം വെക്കാനായിട്ട്. അതിൽ ഓവർ വാട്ടറിങ് പാടില്ല. വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത, എന്നാൽ നമ്മുടെ തോട്ടത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും കവർ ചെയ്ത് അലങ്കരിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്ലാന്റ് ആണിത്. എല്ലാവരുടെയും തോട്ടത്തിൽ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നന്ദി.